എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥികളെ മാറ്റി കോൺഗ്രസ് പട്ടിക പുതുക്കി. ഷാനിമോൾ ഉസ്മാൻ ഒറ്റപ്പാലത്ത്, ദേവികുളത്ത് AK മണി. പാർട്ടി തന്നെ കോമാളിയാക്കിയെന്ന് ശാന്ത ജയറാം. RSPക്ക് കൈപ്പമംഗലം NP മുഹമ്മദ് നഹാസ് സ്ഥാനാർത്ഥിയാകും. CPIM-നോട് പ്രതിഷേധിച്ച് JSS 6 ഒറ്റയ്ക്ക് മത്സരിക്കും. ഗൗരിയമ്മയുടെ തീരുമാനത്തിൽ ഭൂരിഭാഗം ഭാരവാഹികൾക്കും പ്രതിഷേധം. വിമതനാകില്ലെന്ന് ജോസ് തെറ്റയിൽ. ദേശീയ നേതൃത്വം തന്നോട് കാട്ടിയത് വിവേചനം. LDF അധികാരത്തിലെത്തിയാൽ ബാറുകൾ തുറക്കില്ല എന്ന് സുധാകർ റെഡ്ഡി. UDF തീരുമാനങ്ങൾ തിരുത്തരുത് എന്നാവശ്യപ്പെടും. ഇടതുപക്ഷം UDF-ന്റെ നയത്തെ ശരിവെച്ചുവെന്ന് മുഖ്യമന്ത്രി. ഇടതുനയത്തിൽ വ്യക്തതയില്ല. വായ്പാ കുടിശ്ശിക കേസിൽ 3ാം തവണയും സമയം കൂടുതൽ ചോദിച്ച് വിജയ് മല്യ. മെയ് വരെ സാവകാശം വേണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഇന്നും എത്തിയില്ല. IPL 9ാം സീസണിന്റെ ആദ്യ മത്സരത്തിൽ പൂനെക്കെതിരെ മുംബൈ പതറുന്നു. 5 വിക്കറ്റുകൾ നഷ്ടമായി. ഇശാന്ത് ശർമ്മയ്ക്കും മിഷേൽ മാർഷിനും 2 വിക്കറ്റ്. RSP കൈപ്പമംഗലത്ത് മത്സരിക്കാൻ UDF-ൽ തീരുമാനമായി. പയ്യന്നൂർ വേണമെന്ന RSPയുടെ ആവശ്യം UDF നേതൃത്വം തള്ളി. ദേവികുളത്ത് AK മണിയും ഒറ്റപ്പാലത്ത് ഷാനിമോൾ ഉസ്മാനും മത്സരിക്കാൻ തീരുമാനമായതായി VM സുധീരൻ അറിയിച്ചു. ഒറ്റപ്പാലത്ത് ആദ്യം തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥി ശാന്ത ജയറാം പ്രതിഷേധവുമായി രംഗത്തെത്തി. കൈപ്പമംഗലം സീറ്റ് ഏറ്റെടുത്താൽ പയ്യന്നൂർ നൽകണമെന്നായിരുന്നു RSPയുടെ ആവശ്യം. എന്നാൽ പയ്യന്നൂർ നൽകില്ല, കല്യാശ്ശേരി നൽകാമെന്ന കോൺഗ്രസ് നിലപാട് RSP തള്ളി. ഇതോടെയാണ് കൈപ്പമംഗലത്ത് തന്നെ മത്സരിക്കാൻ RSP തീരുമാനമെടുത്തത്. എന്നാൽ പയ്യന്നൂർ നൽകില്ല, കല്യാശ്ശേരി നൽകാമെന്ന കോൺഗ്രസ് നിലപാട് തള്ളിയ RSP കൈപ്പമംഗലത്ത് തന്നെ മത്സരിക്കാൻ തീരുമാനമെടുത്തു. ഒറ്റപ്പാലത്ത് നേരത്തെ നിശ്ചയിച്ച ശാന്ത ജയറാമിനെ മാറ്റി ഷാനിമോൾ ഉസ്മാനെയും ദേവികുളത്ത് R രാജാറാമിനെ മാറ്റി AK മണിയെ മത്സരിപ്പിക്കാനും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC അധ്യക്ഷനും രാവിലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു. കല്യാശ്ശേരിയിൽ അമൃത രാമകൃഷ്ണനും കാഞ്ഞങ്ങാട് ധന്യ സുരേഷും പയ്യന്നൂരിൽ സാജിദ് മൗവലും മത്സരിക്കും. എന്നാൽ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒറ്റപ്പാലത്തേക്ക് ശ്രീമതി ഷാനിമോൾ ഉസ്മാനെയും ദേവികുളത്തേക്ക് ശ്രീ AK മണിയെയും ശുപാർശ ചെയ്യാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പരിഗണനയ്ക്കായി ശുപാർശ ചെയ്യാൻ ധാരണയായി. അതേസമയം പ്രചരണ പരിപാടികൾ ആരംഭിച്ച ശേഷം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയത് അനീതിയാണെന്ന് ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ശാന്ത ജയറാം റിപ്പോർട്ടറോട് പറഞ്ഞു. 5-6 ദിവസമായിട്ട് അവിടെ മണ്ഡലത്തിൽ ഇറങ്ങി നടന്ന് ഈ ഒരു കോമാളി വേഷം കെട്ടിയിട്ടുള്ള അത് മാത്രമേ ഉള്ളൂ, നീരസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം, ഔദ്യോഗികമായി ലിസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. INTUC സ്വന്തമായി മത്സരിക്കണമോ എന്ന കാര്യത്തിൽ നാളെ ജില്ലാ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്ന് R ചന്ദ്രശേഖരനും പ്രതികരിച്ചു. INTUCയുടെ പ്രാതിനിധ്യം എത്രത്തോളമാണ്, അത് എത്രത്തോളം ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളത് നാളെ ജില്ലാ INTUC പ്രസിഡന്റുമാരും KPCC പ്രസിഡന്റുമായിട്ടുള്ള ഫൈനൽ ഡിസ്കഷനിൽ തീരുമാനിക്കും. കൂടുതൽ സീറ്റ് നൽകാൻ സാധ്യതയില്ലെങ്കിലും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് INTUC പിന്നോട്ട് പോകാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടപെട്ടുവെന്ന ലീഗ് വെളിപ്പെടുത്തലിൽ കോൺഗ്രസിലെ അമർഷം. ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദാണ് വിവാദ പ്രസ്താവന നടത്തിയത്. തർക്കം തീർക്കണമെന്ന് ഹൈക്കമാൻഡിനോട് അപേക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി തർക്കത്തിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി ഇടപെട്ടുവെന്ന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദിന്റെ പരസ്യ പ്രസ്താവന അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ലീഗിന്റെ വിശദീകരണം. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെട്ടിട്ടില്ലെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സാധ്യതകൾക്ക് കോട്ടമുണ്ടാക്കാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ രമ്യമായി തീർക്കണമെന്ന് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് ET വിശദീകരിച്ചു. അവരുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അതിന് ആര് നേതൃത്വം കൊടുക്കണം, ഇതൊന്നും ഞങ്ങൾ ഇടപെട്ടില്ല, അന്നും ഇടപെട്ടില്ല, എന്നും ഇടപെട്ടില്ല. UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ചെറിയ ഒരു പിണക്കമോ അലോഗ്യമോ വരികയാണെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മജീദ് സാഹിബ് പറഞ്ഞത്. അതാണ് ഞങ്ങൾ ആ സമീപനം എടുത്തിട്ടുള്ളൂ, അല്ലാത്ത വേറൊന്നും അവർ എടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ മുസ്ലിം ലീഗ് ഹൈക്കമാൻഡുമായി സംസാരിച്ചിരുന്നുവെന്നാണ് KP മജീദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ലീഗിന്റെ പരസ്യ പ്രതികരണം കോൺഗ്രസിന് അതൃപ്തിയുണ്ടാക്കി. ഹൈക്കമാൻഡിനോട് ലീഗ് അഭിപ്രായം പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല തീരുമാനമെടുത്തത് ഈ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. ഈ വിഷയങ്ങളിൽ ശ്രീ MC മൈൻ ഹാജി, മുസ്ലിം ലീഗ് നേതാവ് ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് A ജയശങ്കർ, ഒപ്പം മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവനും ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ മൈൻ ഹാജി, ഹൈക്കമാൻഡിനെ വീറ്റോ ചെയ്താണ് ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വിജയിപ്പിച്ചത്. അവിടെ അദ്ദേഹത്തിന് സഹായകരമായത് ലീഗിൻ്റെ നിലപാടാണോ? കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനേക്കാൾ മുകളിൽ കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സൂപ്പർ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗാണോ? ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിക്കും
സുധീരനും മറ്റുള്ളവർക്കും ഒന്നും പ്രത്യേകമായി വഴങ്ങാൻ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല എന്ന് ആ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഹൈക്കമാൻഡിനെ ആരും കമാൻഡ് ചെയ്തിട്ടില്ല. ഹൈക്കമാൻഡ് തന്നെയാണ് ഇങ്ങോട്ട് കമാൻഡ് ചെയ്തത് എന്നത് ഉമ്മൻചാണ്ടിയുടെ കരള് പറിച്ച മാതിരിയാണ് ബെന്നി ബെഹനാൻ ഒഴിവാക്കിയത്. അപ്പൊ അതുപോലുള്ള ലിസ്റ്റാ വന്നത്. ആ ലിസ്റ്റിനെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ലിസ്റ്റ് പ്രഖ്യാപനം വരുന്നതോടുകൂടി കോൺഗ്രസ്സുകാരെല്ലാവരും അംഗീകരിക്കും എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അംഗീകരിച്ചും ചെയ്തു. അപ്പൊ പിന്നെ അവിടെ വേറൊരു കമന്റ് വന്നു എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. ഇത് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വന്നു. ഇനി അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ കേരളം മറന്നിട്ടുണ്ട്. ഇതിൽ ശ്രീ മായിൻ ഹാജി, ഒന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ 6 ദിവസം നീളുകയും വലിയ തർക്കങ്ങൾക്കിടയാക്കുകയും അത് UDFന്റെ തന്നെ വിജയപ്രതീക്ഷയെ ബാധിക്കുകയും ചെയ്ത ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ്. ഹൈക്കമാൻഡിനോട് ലീഗിന്റെ അഭിപ്രായം ഖണ്ഡിതമായി പാർട്ടി അറിയിക്കേണ്ടതും ഉണ്ട്. അങ്ങനെ അറിയിച്ച വേളയിൽ ഉമ്മൻചാണ്ടി തന്നെ വേണം നയിക്കാൻ, ഉമ്മൻചാണ്ടി ഏതെങ്കിലും തരത്തിൽ ഖിന്നനാകുന്ന വിധത്തിലുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകരുത് എന്നൊരു നിലപാട് ലീഗിനുണ്ടായിരുന്നോ? ഇല്ലല്ലോ. മജീദ് സാഹിബിന്റെ പ്രസ്താവനയിലും മജീദ് സാഹിബ് ഇന്നലെ ഏഷ്യാനെറ്റിന് കൊടുത്ത നേതാവിനെ ഒരു പങ്ക്തി ഉണ്ടായിരുന്നല്ലോ, അതിലും അതുപോലെ ഇന്ന് ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഒക്കെ പ്രസ്താവന വളരെ വ്യക്തമാണല്ലോ. ഉമ്മൻചാണ്ടി നയിക്കണം എന്നുള്ള തരത്തിൽ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും അടങ്ങിയ ഒരു സ്ട്രോങ് നേതൃത്വം, കേരളം അംഗീകരിക്കുന്ന ഒരു നല്ല ഉറച്ച നേതൃത്വം ഉള്ളിടത്ത് അതിലൊരാളെ പൊക്കി പിടിച്ച് പറയേണ്ട ഒരു കാര്യം ആർക്കും ഇല്ലല്ലോ, മുസ്ലിം ലീഗിനില്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുമില്ലല്ലോ. നയിക്കേണ്ടത് ആരാണോ എന്ന് കോൺഗ്രസ് പിന്നെ തീരുമാനിക്കാന്നല്ലാതെ മുസ്ലിം ലീഗ് അതിൽ ഇടപെടുന്ന പ്രശ്നമില്ല. വ്യക്തമാണ് നിലപാട്. അഡ്വക്കേറ്റ് ജയശങ്കർ, രാഹുൽ ഗാന്ധിയുടെ കൂടി താല്പര്യത്തോടുകൂടി VM സുധീരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉമ്മൻചാണ്ടിക്ക് ഫലപ്രദമായി തടയാൻ കഴിഞ്ഞത് ലീഗിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നത്. ആ അർത്ഥത്തിൽ ലീഗിന് ഇക്കാര്യത്തിൽ റോളുണ്ടോ? അല്ല, ഈ വിവരം പിറ്റേ ദിവസം തന്നെ മാതൃഭൂമി, മനോരമ മുതലായ പത്രങ്ങളിലൊക്കെ വന്നാണ്. മജീദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സ്ഥിരീകരണം അവിടെ നിൽക്കട്ടെ. മജീദ് പറഞ്ഞതല്ല നമ്മുടെ ബഷീർ പറയുന്നത്, അല്ലെങ്കിൽ മജീദ് പറഞ്ഞത് കുറച്ച് മയപ്പെടുത്തി ബഷീർ പറയുന്നുവെങ്കിൽ പോലും ഒരു കാര്യമുണ്ട്. ഇതിലിപ്പോൾ ലീഗ് ഇടപെട്ടില്ല, ഞാൻ ലീഗിനെ കുറ്റം പറയില്ല. കാരണം ഇവിടെ നിന്ന് ഒരു ലിസ്റ്റുമായിട്ട് 3 യോഗ്യന്മാർ അങ്ങോട്ട് പോകുന്നു. നമ്മൾ പഴയ സിനിമയിൽ പറഞ്ഞ 3 ഇഡിയറ്റ്സ് എന്ന് പറയാവുന്ന രീതിയിൽ 3 പേര് ഡൽഹിക്ക് പോകുന്നു. അവർ ഡൽഹിയിൽ പോയിരുന്നത് തെക്കോട്ടും വടക്കോട്ടും വലത്തോട്ടും ഒക്കെ പകട 12. എങ്ങനെ അറിഞ്ഞിട്ടും പകട 12 ആകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡ് കൺഫ്യൂഷൻ ആകുന്നു. അഹമ്മദ് പട്ടേൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു, സോണിയാഗാന്ധി ഒരു സ്റ്റാൻഡ് എടുക്കുന്നു, രാഹുൽ ഗാന്ധി ഒരു സ്റ്റാൻഡ് എടുക്കുന്നു, ആൻ്റണി വേറെ സ്റ്റാൻഡ് എടുക്കുന്നു. വീണ്ടും പകട, പക്ഷേ 12 ആകുന്നില്ല. അങ്ങനെ ഇത് ഉരുട്ടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആകുന്നു. മാതൃഭൂമി, മനോരമ മുതലായ പത്രങ്ങൾ, ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ എല്ലാവരും പറയുന്നു ഇവിടെ ആകെ മൊത്തം കൺഫ്യൂഷനാണ്. കോൺഗ്രസ് ഒരു കടവിലും അടുക്കുന്നില്ല. ഈ കളങ്കിതർ എന്ന് പറയുന്ന 5 പേരെ മാറ്റണം എന്ന് സുധീരൻ ശാഠ്യം പിടിക്കുന്നു. ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ലെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. രമേശ് ചെന്നിത്തല അതിന് 2 നടുക്ക് ഹംസമായിട്ട് പ്രവർത്തിക്കുന്നു. എന്ത് ചെയ്തിട്ട് നീങ്ങുന്നില്ല. അത് 7-ാം ദിവസം കഴിഞ്ഞ് മഹത്തായ 2-ാം വാരത്തിൽ പ്രവേശിക്കും. ഇനി 2-ാം വാരം എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കാവുന്ന സ്റ്റേജിലേക്ക് പോകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജയശങ്കർ ആണെങ്കിലും ഇടപെടും. ഇടപെട്ടാലേ പറ്റുള്ളൂ. കാരണം ഇവിടെ അട്ടർ കൺഫ്യൂഷനാണ്. സംസ്ഥാനത്ത് ആളുകൾ പരിഹസിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പോൾ ഞാൻ KPA മജീദിനെ ഒരിക്കലും കുറ്റം പറയില്ല. അദ്ദേഹം ഇടപെടണമെങ്കിൽ ശരിയായിട്ടുള്ള കാര്യം അദ്ദേഹം ഇതിൽ ഈ തർക്കം തീർക്കണം എന്നുള്ള തർക്കം തീർക്കണമെന്ന് പറയാൻ പറ്റുമല്ലോ. ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി, അത് ഒരു പ്രബലമായ ഘടകകക്ഷിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പറയാൻ പറ്റില്ല, മുസ്ലിം ലീഗിന് പറയാം. അത് പറയുന്ന ഉത്തരവാദിത്തം അവർക്കുണ്ട്. പക്ഷേ CPM-ലാണ് ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാവണമെങ്കിൽ CPI-ക്കാർ പറയും, കേന്ദ്രാർത്ഥത്തോട് പറയും, നിങ്ങൾ വെറുതെ ചളവാക്കല്ലേ, ഇത് VS-ഉം പിണറായി തമ്മിൽ കൂരടിയാണത്, നിങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കണം നമ്മളെ ആവശ്യപ്പെടില്ല. ഇതൊരു പ്രത്യേക ഘട്ടത്തിലെ ഇടപെടൽ കൂടിയായിരുന്നു. 6 ദിവസത്തെ ചർച്ച കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 6 ദിവസം കഴിഞ്ഞിട്ടും കറുത്ത പുകയാണ് വരുന്നത്, വെള്ളപ്പുക വരുന്നില്ല. ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് വരുന്നു. VM സുധീരൻ പറയുന്നു തിരക്കുള്ള ആളുകൾ വേഗം പോകും എന്ന് പറയുന്നു. ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാട് എൻ്റെ ഒപ്പമുള്ളവരെ മത്സരിപ്പിക്കാൻ ഇല്ലെങ്കിൽ ഞാനും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ലീഗ് ഇടപെടുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാറി നിന്നുകൊണ്ടുള്ള ഒരു സമവായവും സാധ്യമല്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുന്നിൽ നിന്ന് നയിക്കുന്ന വിധത്തിലുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകണമെന്ന് ലീഗ് ആവശ്യപ്പെടുമ്പോൾ അവിടെ ആ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുത്ത് പോകാൻ കഴിയുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇടപെടലല്ലേ ലീഗ് നടത്തുന്നത്? അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ഫേവറബിൾ, ഉമ്മൻചാണ്ടി പറയുന്ന ആളുകളെ മത്സരിപ്പിക്കണമെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ബെന്നി ബെഹനാനും മത്സരിക്കണമായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി തുടരുന്ന രീതിയിലുള്ള ഒരു നിലപാടുണ്ടാകണം എന്ന ഒരു ധ്വനിയോടുകൂടിയായിരിക്കും ഒരു പക്ഷേ മുസ്ലിം ലീഗ് ഇടപെട്ടുകയാണ്. അല്ലാതെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആജ്ഞാപിച്ച് അവരെ വരുതിക്ക് വരുത്താനൊന്നും പറ്റിയില്ല. ഇത് സുധീരനും
ഉമ്മൻചാണ്ടിക്ക് ഇവിടേക്ക് ചാഞ്ചാടുന്ന ഹൈക്കമാൻഡിന് ഒരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കൂടി വന്നപ്പോൾ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു. സാധ്യമാണ്. അല്ലാതെ മുസ്ലിം ലീഗ് അവർ ഡിക്റ്റേറ്റ് ചെയ്യാന്നുള്ളതും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറയാം. കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി ഇല്ലാതെ ഉമ്മൻചാണ്ടിയെ മാറ്റണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഇല്ല, നേതൃമാറ്റം അല്ലല്ലോ സുധീരൻ പറഞ്ഞ് ഇവിടെ ചീത്തപ്പേരുണ്ടാക്കിയെന്ന് നാട്ടുകാർ കരുതുന്ന 4 യോഗ്യന്മാരെ 5 പേരെ മാറ്റണമെന്നാണ്. അതിൽ ഒരാളെ മാറ്റുകയും ചെയ്തല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ആളെ മാറ്റി. ബാക്കി 4 പേർക്ക് ടിക്കറ്റ് കൊടുത്തു. ശരി, തുടരുക. ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാൻ കഴിയാതെ പോയ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഇടപെടലാണോ ഈ തർക്കം പരിഹരിക്കുന്നതിൽ, അല്ലെങ്കിൽ തർക്കം പെട്ടെന്ന് പരിഹരിക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്? അങ്ങനെ കരുതുന്നത് ശരിയല്ല. വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും കൂടി സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ തീരുമാനത്തിലെത്തിച്ചേർന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്നത് പോലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ഒരാളോ രണ്ടാളോ അല്ല, ഒരേ യോഗ്യതയുള്ളവരും രാഷ്ട്രീയ പരിജ്ഞാനവും ഉള്ളവരും അതിലേറെ സേവന സന്നദ്ധതയുള്ളവരുമായി ഒട്ടനവധി ആളുകൾ സ്ഥാനാർത്ഥികളാകാൻ മുന്നോട്ട് വരാറുണ്ട്. എല്ലാവരെയും പരിഗണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള തർക്കങ്ങൾ മുൻകാലത്തും ഉണ്ടാകാറുണ്ട്, എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. ഈ തർക്കം ഉണ്ടായപ്പോൾ വളരെ കൃത്യമായ പ്രശ്ന പരിഹാരത്തിന് ഹൈക്കമാൻഡ് നേരിട്ട് ഒന്നും അടിച്ചേൽപ്പിക്കാതെ പരമാവധി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള രീതിയിൽ മുന്നോട്ട് പോയി അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയുമുണ്ടായി. മാധ്യമ വാർത്തകളിലൂടെ വളരെ കുറെ കൂടി ഒരുപക്ഷെ അവിടെ നടന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ കോൺഗ്രസിന് ദോഷകരമാകുന്ന വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു പാർട്ടി ഒപ്പമുള്ള ഒരു പാർട്ടി എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന നിലപാടെടുക്കുന്നതിനപ്പുറത്തേക്ക് ആ ഒരു ആശയം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന നിലയിലേക്ക് ഒരു കാരണവശാലും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വന്നിട്ടില്ല. അങ്ങനെ വരാൻ സാധ്യതയുമില്ല. അതിനെ അത്തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യവുമില്ല. ഈ കോൺഗ്രസ് നേതൃത്വം തന്നെ എടുക്കുക. ഈ സർക്കാരിന്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി UDFൽ ഒരു ഉമ്മൻചാണ്ടി ലീഗ് അച്ചുതണ്ടുണ്ട് എന്ന വിമർശനം ശക്തമാണ്. അതിനെ വിമർശനമായി കാണേണ്ട. ഉദാഹരണത്തിന് 5ാം മന്ത്രി വിവാദം ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി പൂർണ്ണമായും അക്കാര്യത്തിൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നു. കോൺഗ്രസിലെ വിഭാഗമാണ് ഇതിനെക്കുറിച്ച് കുത്തുവാക്കുകൾ പറഞ്ഞത്. അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കും എന്നൊക്കെ കൊള്ളിവാക്ക് പറഞ്ഞത്. ആ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി അതിശക്തമായ ആരോപണം നേരിട്ടു. പക്ഷേ അന്നേരം വളരെ ശക്തമായ പിന്തുണ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. പ്രതിച്ഛായ ചർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്ന സമയത്ത്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ചു എന്ന് പറയുന്ന കത്തിലും ലീഗിനെ കൂടി സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ന്യൂനപക്ഷ സമുദായ കേന്ദ്രീകരണമുണ്ട് എന്നാണ് ആക്ഷേപിക്കപ്പെട്ടത്. ആ അർത്ഥത്തിൽ ലീഗിൻ്റെ ഒരു പൂർണ്ണ പിന്തുണയുള്ള, ലീഗിൻ്റെ ഒരു തരത്തിലും എവിടെയും മുറിഞ്ഞു പോകാത്ത പിന്തുണയുള്ള ഒരാളായി അല്ലേ ഉമ്മൻചാണ്ടി ഭരിക്കുന്നത്? അഭിലാഷേ, മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായാണ് സഖ്യമുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഏതെങ്കിലും അതിലെ ഗ്രൂപ്പ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വിശാല ജനാധിപത്യ പാർട്ടിയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലേക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിൽ പലതരം ഗ്രൂപ്പ് ഉണ്ട്. മുസ്ലിം ലീഗ് ഇന്ന് വരെ ഒരു ഗ്രൂപ്പുമായും പ്രത്യേകമായി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കളും, കേരളത്തിലെ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് VM സുധീരനും ഒക്കെ മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടിൽ കോൺഗ്രസിന്റെ പ്രാമാണികരായ നേതാക്കളാണ്. അവരുമായൊക്കെ സമമായ ഒരു അടുപ്പമല്ലാതെ ഒരു ആരോടെങ്കിലും ഒന്ന് പ്രത്യേകമായി കൂടുതലോ ഒന്ന് കുറവോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അവരെ പാർട്ടിക്കകത്തെ തർക്കത്തിൽ ആരുടെയെങ്കിലും പക്ഷം പിടിക്കുകയോ ചെയ്യുന്ന പണി മുസ്ലിം ലീഗിനില്ല. മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാലത്തും അതിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പില്ലാത്ത ഒരു ദിവസവും ഇല്ല. പക്ഷെ ഒരു ഗ്രൂപ്പിലും മുസ്ലിം ലീഗ് ചേർന്നിട്ടില്ല, മുസ്ലിം ലീഗ് ചേരുന്ന പ്രശ്നമില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസ് UDFനെ നയിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണം, കോൺഗ്രസ് ശക്തിപ്പെടണം. കോൺഗ്രസിന്റെ അത് മാത്രവുമല്ല, ഒരു ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ അഖണ്ഡതയും അവിഛിന്നതയും കാത്തു സൂക്ഷിക്കണമെന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ നിലനിൽപ്പ് അനിവാര്യമാണെന്നും
അതുവഴി മാത്രമാണ് ഇന്ത്യ രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, രാജ്യത്തെ സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അത് ഉറക്കെ വിളിച്ചു പറയുകയും അതിനനുസരിച്ച് കോൺഗ്രസിനെ നാശത്തിലേക്ക് പോകുന്നത് തടയാൻ ആവുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുക എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, നേതൃമാറ്റങ്ങൾ ഉണ്ടായപ്പോൾ 95-ലാകട്ടെ 2004-ലാകട്ടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു, അവരുടെ നിലപാടുകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ അപ്സെറ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തെയും ഒരർത്ഥത്തിലും മുസ്ലിം ലീഗ് പിന്തുണച്ചിട്ടില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അങ്ങനെ ലീഗിൻ്റെ കോൺഫിഡൻസ് ഉള്ള, പൂർണ്ണമായും വിശ്വാസമുള്ള ഒരാളാണ് ഉമ്മൻചാണ്ടി. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ UDF ഒരു നേതൃതർക്കമുണ്ടായാലും ഉമ്മൻചാണ്ടിയിൽ ലീഗിൻ്റെ പിന്തുണ അങ്ങനെ തന്നെ തുടരാനല്ലേ സാധ്യത? അങ്ങനെയല്ല. അതിപ്പോൾ കരുണാകരൻ്റെ സമയത്ത് കരുണാകരനെ കൊണ്ട് ലീഗുകാർക്ക് പല പ്രയോജനങ്ങളും ഉണ്ടായിരുന്നപ്പോൾ കരുണാകരനെ അവർ നിരുപാധികമായിട്ട് പിന്തുണച്ചു, ആദ്യ അവസാനം. ഇപ്പോൾ കരുണാകരനും എ ഗ്രൂപ്പും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചത് തന്നെ എങ്ങനെയാണെന്നറിയാമോ? രാജ്യസഭാ സീറ്റിനെ കുറിച്ചുള്ള തർക്കത്തിലാണ്. രാജ്യസഭയിലേക്ക് 2 സീറ്റ് ഒഴിവും, 2ഉം കോൺഗ്രസിന് എടുക്കാമായിരുന്നു. കാരണം മുസ്ലിം ലീഗിന് ഓൾറെഡി കൊരമ്പയിൽ അഹമ്മദ് ഹാജി പാർലമെൻറ്റിലുണ്ട്, രാജ്യസഭയിലുണ്ട്. 2 സീറ്റുകൾ ഒഴിവായിരുന്നു. ആദ്യത്തെ സീറ്റ് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വയലാർ രവിക്ക് കൊടുക്കുന്നു, ആർക്കും ആക്ഷേപമില്ല, എ ഗ്രൂപ്പുകാർക്കും ആക്ഷേപമില്ല. 2ാമത്തെ സീറ്റ് ഡോക്ടർ M എ കുട്ടപ്പന് കൊടുക്കണം, പട്ടികജാതി സമുദായക്കാരൻ എന്നുള്ള പരിഗണന വെച്ച് എന്ന് എ ഗ്രൂപ്പുകാർ ആവശ്യപ്പെട്ടു. കരുണാകരൻ എന്ന് വെച്ചാൽ അതിബുദ്ധി കാണിച്ചു. 2ാമത്തെ സീറ്റ് കോൺഗ്രസ് എടുത്താലല്ലേ കുഴപ്പമുള്ളൂ. 2ാമത്തെ സീറ്റ് കരുണാകരൻ മുസ്ലിം ലീഗിന് ഇനാമായിട്ട് കൊടുത്തു, ദാനം ചെയ്തു. അങ്ങനെയാണ് MP അബ്ദുൾ സമദ് സമദാനി, അദ്ദേഹം ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്കാലുമ്പോൾ നിൽക്കുകയാണ്, അദ്ദേഹത്തെ പിടിച്ച് രാജ്യസഭയിലേക്ക് അയച്ചു. അദ്ദേഹം പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെയാണ് സത്യത്തിൽ ഉമ്മൻചാണ്ടിയെ ആകെ വഴക്കടിക്കും. ഉമ്മൻചാണ്ടി KP വിശ്വനാഥൻ രാജിവെച്ചു. 10 മാസത്തിനുള്ളിൽ കരുണാകരനെ അവർ അപ്സെറ്റ് ചെയ്തു. ആ സമയത്തേക്ക് മുസ്ലിം ലീഗ് കൂടി അവർക്ക് സപ്പോർട്ട് കൊടുത്തു. ഇതൊന്നും മായൻ ഹാജിയെല്ലാം ആരും നിഷേധിക്കില്ല. മുസ്ലിം ലീഗ് മാത്രമല്ല, മാണി ഗ്രൂപ്പ്, പിള്ള ഗ്രൂപ്പ്, ജേക്കബ് ഗ്രൂപ്പ്, CMP ഒഴിച്ചുള്ള CMPയും NDPയും ഒഴിച്ചുള്ള എല്ലാ ഘടകകക്ഷികളും കരുണാകരൻ മാറണം എന്ന അഭിപ്രായം പറഞ്ഞു. കരുണാകരൻ മാറി. അപ്പോൾ കരുണാകരനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആൻ്റണിയോട് അവർ ലോയലായിരുന്നു, അവസാനം വരെ ലോയലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി 2004-ൽ. അപ്പോൾ ഈ പാപഭാരം ആരെങ്കിലും ഒരാളുടെ പെടലേക്ക് വെച്ച് കേട്ടിട്ടുണ്ട്. KP മജീദ് മഞ്ചേരിയിൽ തോറ്റു. മഞ്ചേരി മണ്ഡലം ഉണ്ടായ പിന്നെ ആദ്യമായിട്ടാണ് ലീഗ് തോക്കുന്നത്. അപ്പോൾ മഞ്ചേരിയിൽ തോറ്റതിന് ഉത്തരവാദി വേണം, ഇതായിരിക്കുന്നു ആൻ്റണി, പിടിച്ചോ. ആൻ്റണി മാറണമെന്ന് പറഞ്ഞ് ആൻ്റണി മാറണം എന്ന് മുസ്ലിം ലീഗും പറഞ്ഞു, ആൻ്റണിയെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ തർക്കങ്ങളൊന്നുമില്ല. 5ാം മന്ത്രി കൊടുക്കരുതെന്ന് കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു. നമ്മുടെ ബിന്ദു കൃഷ്ണ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു ഒരു കാരണവശാലും ലീഗിന് 5ാം മന്ത്രിയെ കൊടുക്കരുത്. കൊടുക്കൽ ലീഗിനോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞല്ല. അങ്ങനെ ഒരു 5ാം മന്ത്രിയെ കൊടുത്താൽ ഇവിടെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയാമായിരുന്നു. അല്ലാണ്ട് MI ഷാനവാസ്, MM ഹസൻ ഇവരൊക്കെയാണ് ആവശ്യപ്പെട്ടത്. മുസ്ലിം വിരോധം കൊണ്ടോ മുസ്ലിം ലീഗ് വിരോധം കൊണ്ടോ അല്ല. അത് കൊടുത്താൽ വലിയ അപകടം ഉണ്ടാകും. ആദ്യം പറഞ്ഞത് ഹസനാണ്, പിന്നെ പറഞ്ഞ ഷാനവാസാണ്, എല്ലാവരും പറഞ്ഞു. അങ്ങനെ ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരും, ഉമ്മൻചാണ്ടി മാത്രം ഒന്നും മിണ്ടില്ല. അത് ഹൈക്കമാൻഡിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നേരെ മഞ്ഞളാംകുഴിയെ വിളിച്ച് സത്യപ്രതിജ്ഞ വെച്ചു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കോൺഗ്രസ്സുകാരല്ല, ലീഗുകാരല്ല, കോൺഗ്രസ് അനുഭവിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ BJP ശക്തിപ്പെട്ടു. പുറകെ വന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ, ലോക്സഭയിൽ, അരുവിക്കരയിൽ ഒക്കെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ BJP ശക്തിപ്പെട്ടതിൻ്റെ കാരണം അത് BJPയുടെ മാത്രം എടുക്കല്ല, ലീഗിന് സീറ്റ് കൊടുത്തത് മാത്രമല്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ ഇവരൊക്കെ ചേർന്നുണ്ടാക്കിയ വലിയൊരു ഓർക്കസ്ട്ര അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പൂർണ്ണമായും നമുക്ക് ലീഗിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ 5ാം മന്ത്രിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭയാനകമായ സാമുദായിക ധ്രുവീകരണത്തിലേക്ക് സംസ്ഥാനം പോയത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ആ പരാജയത്തിനൊരു ഉത്തരവാദിത്തം കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ ലീഗ് എന്ത് നിലപാടെടുക്കും എന്ന് എനിക്ക് ഇപ്പം പറയാൻ വരികയില്ല. അതിപ്പോൾ ലീഗുകാർ ഇപ്പോൾ മായൻ ഹാജിയെ കൂടെ ഉണ്ടല്ലോ, അവരെടുത്തോളും. അതെ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച തർക്കങ്ങളാണ് ഇവിടെ ഘടകകക്ഷിക്ക് ഒരു അഭിപ്രായം പറയേണ്ടതിലേക്ക് നയിച്ചത്. ഇതിനു മുൻപ് അവർ എടുത്തിട്ടുള്ള നിലപാടും ആ തരത്തിൽ ആയിരുന്നു. ഇവിടെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ശക്തമായ നിലപാടുണ്ടല്ലോ, ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം വരുന്നു, നമ്മുടെ മുന്നണിയിൽ, നമ്മുടെ സർക്കാരിൽ അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. അതിൻ്റെ ആ ഒരു ഗ്രൂപ്പ് വികാരത്തിൻ്റെ കൂടി പ്രതിഫലനമായിരുന്നു ചെന്നിത്തലയുടേത് എന്ന് പറഞ്ഞ് പുറത്തു വന്ന കത്തും. ആ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു പ്രശ്നം, അതായത് നമ്മൾ ഇങ്ങനെ സാമുദായികമായി ഒരു വിഭാഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് ശരിയല്ല എന്ന പ്രശ്നമുണ്ടോ?
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതി മത സാമുദായിക ചിന്തകളോടും ഒരേ നിലപാടാണുള്ളത്. എല്ലാവരുടെയും വികാരങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതാണ്, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടതാണ്. അത് പൊതു ആവശ്യത്തിന്റെയും പൊതുബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള പൊതുബോധത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കുറവ് ദൃശ്യമാകുന്നുവോ അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടായി എന്ന് പരാതി വരുന്നുവോ അത്തരം കാലഘട്ടങ്ങളിൽ അതൊക്കെ പരിഹരിക്കാൻ ഒത്തൊരുമയോടെ നിലനിൽക്കും. അതിൽ ഗ്രൂപ്പിന്റെയോ മറ്റേതെങ്കിലും ആശയ സമാധാനങ്ങളുടെയും പ്രശ്നമല്ല അത്. ഇതെല്ലാം നോക്കി പരിഹരിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളതാണ് എന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ കക്ഷി ആയതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് എങ്കിൽ പോലും താഴെ കമ്മിറ്റികൾ അംഗീകരിക്കാത്ത പ്രപ്പോസലുകൾ പോലും വരാത്ത സ്ഥാനാർത്ഥികളെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അടിച്ചേൽപ്പിച്ചപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളത്തിന്റെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് വലിയ പ്രതിഷേധം പോസ്റ്ററുകളുടെ രൂപത്തിലായാലും മറ്റു പല രീതിയിലായാലും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പോയിട്ട് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ പിണറായി വിജയൻ അടക്കം നേരിട്ട് ചെല്ലുകയും അവിടെ അഭിപ്രായം പറയാൻ ശ്രമിച്ച കൊല്ലമടക്കം പല നിയോജകമണ്ഡലങ്ങളും അതിന് ഉദാഹരണമാണ്. അഭിപ്രായം പറയാൻ ശ്രമിച്ചവരെ അടിച്ചമർത്തി ഇരുത്തിക്കൊണ്ട് കാര്യം തീരുമാനമെടുപ്പിച്ച് പോകുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷെ കോൺഗ്രസിന്റെ സ്ഥിതി അതല്ല. അങ്ങനെ ഒരു നേതാവ് വന്ന് അടിച്ചമർത്തി തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമല്ല, മറിച്ച് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ചിലതൊക്കെ സത്യമായിരിക്കും, ചിലതൊക്കെ അർത്ഥസത്യങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിലും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയാൽ ആ തീരുമാനത്തെ പാർട്ടി ഒറ്റക്കെട്ടായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഗവൺമെന്റായും UDF ഗവൺമെന്റിന് 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സാധാരണക്കാരുടെ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ മാത്രമല്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടുന്ന കൂടി വികസനം നടപ്പിലാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അപസ്വരങ്ങളൊക്കെ മാറി ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർ ഭരണത്തിന് അവസരം ഉണ്ടാക്കും. അങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. തുടരുക ശ്രീമതി ബിന്ദു കൃഷ്ണ. ശ്രീ മായൻ ഹാജി, ഒരു വശത്ത് മുസ്ലിം ലീഗ് UDF-ലെ സൂപ്പർ പവറാകുന്നു, മറുവശത്ത് ന്യൂനപക്ഷ വർഗീയതയെ ഊതിക്കത്തിക്കുന്ന വിധത്തിൽ UDF-ന്റെ നേതാക്കൾ പ്രസംഗങ്ങൾ നടത്തുന്നു. നമുക്ക് മുസ്ലിം MLA-യും വേണം, മുസ്ലിം മേയറും വേണം എന്ന് DCC പ്രസിഡന്റുമാർ പ്രസംഗിക്കുന്ന സാഹചര്യം വരുന്നു. എന്താണ് ഇതിൻ്റെ മറുവശം? ഭൂരിപക്ഷ വർഗീയത ഉണ്ടാകുന്ന തരത്തിൽ BJP-ക്ക് മുതലെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആകപ്പാടെ ധ്രുവീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്നാണോ നിങ്ങൾ കരുതുന്നത്? അഭിലാഷേ, എന്ത് പറ്റി നിങ്ങൾക്ക്? UDF-നെ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാഞ്ഞിട്ടോ അതല്ലെങ്കിൽ UDF-നെ എതിർക്കുന്ന മനോഭാവം ഉള്ളതുകൊണ്ടാണോ എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. UDF എന്ന് പറയുന്ന മുന്നണി, അതിലുള്ള എല്ലാ ഘടകകക്ഷികളും തുല്യ അവകാശക്കാരാ. അതിലൊരു സൂപ്പർ പവർ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. LDF പോലെയല്ല. LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി കൊടുക്കുക, മറ്റുള്ളവരൊക്കെ വാങ്ങുക, അതാണ് LDF. UDF അങ്ങനെയല്ല. UDF ഇപ്പോൾ കൈപ്പമംഗലം സീറ്റ് തീരുമാനിച്ച് തന്നെ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടില്ലേ, RSP ആ സീറ്റിൽ നിലനിൽക്കുന്നു എന്നുള്ള നിലയിൽ ഇന്നലെ പ്രേമചന്ദ്രന്റെ പ്രസ്താവനയുടെ അതേ രൂപത്തിൽ വന്നു. അപ്പൊ RSPക്കുള്ള അതുപോലെയുള്ള വില തന്നെയാണ് UDF-ൽ മുസ്ലിം ലീഗിനും ഉള്ളത്. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കോഴിക്കോട്ട് മുസ്ലിം മേയർ ഉണ്ടാവണം, മുസ്ലിം MLA ഉണ്ടാവണം എന്ന് UDF-ലെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ആ നേതാവ് ആരോ ആയിട്ടുള്ള സംസാരത്തിൽ ഒരാൾ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ നീണ്ട 35 മിനിറ്റോളം വരുന്ന പ്രസംഗത്തിൽ ഒരു വരിയെടുത്ത് അത് തെറ്റായി പ്രക്ഷേപണം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ നാട്ടിലെ ഈ നല്ലൊരു അന്തരീക്ഷം, ഒരു സൗഹൃദ അന്തരീക്ഷം എന്തിനാ നിങ്ങൾ തകർക്കുന്നത്? അല്ല, ഞങ്ങളാണോ തകർക്കുന്നത്? ശ്രീ മായൻ രാജി, ഒരു പൊതുയോഗം വിളിച്ച് ഒരു DCC പ്രസിഡന്റ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ശരി, അദ്ദേഹത്തോടൊരു സ്വകാര്യ സംഭാഷണത്തിൽ ഒരാൾ പറഞ്ഞതാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിൽ സ്വകാര്യമായി വെച്ചാൽ മതിയല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട് എന്ന് കരുതിയാൽ മതിയല്ലോ. മറിച്ച് ഇങ്ങനെയാണ് കോഴിക്കോട്ടെ അല്ലെങ്കിൽ ബേപ്പൂരിലെ സാഹചര്യം എന്ന് ഒരു നേതാവ് പ്രഖ്യാപിക്കുകയാണ്. സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശം നൽകുന്ന വാചകങ്ങൾ ആരാണ് പറയുന്നത്? മാധ്യമങ്ങളല്ലല്ലോ. ഒരിക്കലും അങ്ങനെ പ്രസംഗിച്ചതല്ലല്ലോ. ഇത് പൊതുയോഗമല്ല. ഒന്ന്, താങ്കൾ അത് മനസ്സിലാക്കണം. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ UDF-നെതിരെയുള്ള ഒരു ക്യാമ്പയിൻ, നിങ്ങളുടെ എഡിറ്റേഴ്സ് അവർ എന്ന ഈ പങ്ക്തി ഉപയോഗിക്കുന്നതിൽ ഞാനെതിരല്ല.
അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷെ വസ്തുത നിങ്ങൾ വസ്തുതയെ കാണേണ്ടത് ഇതിൽ വസ്തുതാ വിരുദ്ധമായി എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാം. ഞാൻ ആവർത്തിച്ച് വിശദീകരിക്കുന്നു. ഈ പരിപാടിക്ക് 100% നിഷ്പക്ഷമായ ഒരു സ്വഭാവമാണ് ഉള്ളത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് എന്ന് താങ്കൾ കരുതുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എല്ലാ ഘട്ടങ്ങളിലും ഈ തരത്തിൽ ഏതിനെയും വിമർശനാത്മകമായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും ശ്രീ മായിൻ ഹാജി. അതിന് തെരഞ്ഞെടുപ്പുമായോ രാഷ്ട്രീയ നിലപാടുമായോ ഒന്നും ഒരു ബന്ധവുമില്ല. ഇനി താങ്കൾ ഞാൻ പറഞ്ഞു തീരട്ടെ. താങ്കൾ ദയവ് ചെയ്ത് എന്നൊന്ന് പറയാൻ അനുവദിക്കൂ. പ്രിയപ്പെട്ട അഭിലാഷ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പ്രത്യേക സാഹചര്യം എന്നൊക്കെ ഉള്ളത് കേൾക്കുന്നവർക്കറിയാം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ തന്നെ നിങ്ങൾ നടത്തിയാൽ പോലും അത് എത്രത്തോളം കേരളീയ സമൂഹത്തിൽ ഫലപ്രദമാകും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പറയാത്തത്. ഇവിടെ അബു UDFന്റെ ഒരു പ്രവർത്തക യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ സമൂഹത്തിലുള്ള ചർച്ചകളെ സംബന്ധിച്ച് മൊത്തത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ മതസൗഹാർദ്ദത്തിന്റെ കാര്യം പ്രത്യേകം ഊന്നി പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന കമ്മ്യൂണൽ പോളറൈസേഷന് ഭരണകക്ഷി നേതൃത്വം നൽകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിനെതിരായി ഇവിടെ കേരളം സൗഹൃദത്തിൽ ജീവിക്കുന്ന കേരളീയ സമൂഹത്തിൽ വന്ന് ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, ഒരു മൈനോറിറ്റി അനുകൂലമുണ്ടാക്കാനുള്ള ഒരു വർഗീയ തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനെ പറ്റി പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ കാര്യവും പറഞ്ഞു. അത് നിങ്ങളെടുത്ത് വലിയ ചർച്ചയാവുന്നു. ഇവിടെ മഹാരാഷ്ട്രയിൽ ബീഫ് നിരോധിച്ചപ്പോൾ കേരളവർമ്മ കോളേജിൽ നോൺ വെജിറ്റേറിയൻ സ്ഥാപനം മുതൽ അന്ന് വരെ കടത്തിയിട്ടില്ലാത്ത ആ പവിത്രമായി അവർ കാണുന്ന ആ കോളേജിനകത്ത് കൊണ്ടുപോയി ബീഫ് കാച്ചിയതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾ ഇതെടുത്ത് ഇപ്പോഴും 5ാം മന്ത്രി കമ്മ്യൂണൽ വർഗീയ ധ്രുവീകരണം, മൈനോറിറ്റി ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാ? 4 വോട്ടിന് വേണ്ടിയാണെങ്കിൽ ഈ ഒരു അന്തരീക്ഷം നമ്മളെ സമൂഹത്തിൽ ഉണ്ടാക്കല്ലേ. എന്തെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലും വകയായി ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാവാനുള്ള ഒരു സംഭാവന നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ശരി, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഇങ്ങനെ ഒക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞു എന്ന് പറയാതിരിക്കുക, അത് പ്രക്ഷേപണം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ആ പ്രസംഗം ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു സവിശേഷമായ സാഹചര്യമുള്ളത് BJP അതിൻ്റെ സാന്നിധ്യം സംസ്ഥാനത്ത് ഏറ്റവും ശക്തമാക്കിയ കാലം എന്നുള്ളതാണ്. 26 ലക്ഷം വോട്ട്, 14% വോട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേടുന്നു. BDJS എന്ന ഒരു സാമുദായിക രാഷ്ട്രീയ സംഘടന രൂപം കൊള്ളുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യം ഇപ്പോഴുണ്ടോ? ഇവിടെ വർഗീയത ഊതിക്കത്തിക്കുന്ന വിധത്തിൽ മതേതരമെന്ന് അവകാശപ്പെടുന്ന മുന്നണികൾക്ക് പോലും സംസാരിക്കേണ്ടി വരികയാണ്. ഒരു കാര്യം ഞാൻ അഭിലാഷിനോട് ആദ്യമേ പറയാം. മായിൻ ഹാജിയായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയാം. മായിൻ ഹാജിക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. കോൺഗ്രസ്സിലുള്ള അത്രയും RSSകാർ RSSലില്ല. കോൺഗ്രസ്സിലുള്ള അത്രയും ലീഗുകാർ, അല്ലെങ്കിൽ അത്രയും ജമാഅത്തെ ഇസ്ലാമിക്കാർ, അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിലോ ലീഗിൽ പോലുമോ ഉണ്ടാകുകയില്ല. കാരണം ഈ കതറിട്ട ലീഗും കതറിട്ട RSSും കോൺഗ്രസ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട പാർട്ടിയാണ്. നമ്മളിപ്പോൾ ആ വിഷയം വിടുക. ഇനി BJPയിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ലീഗുകാർക്ക് ആ രീതിയിൽ വർഗീയത ഉണ്ടാവില്ല. കോൺഗ്രസ്സിലുള്ള ആളുകൾക്കാണ് കൂടുതൽ വർഗീയത. കാരണം അതൊരു വലിയൊരു സംഭവമാണല്ലോ. പലതരത്തിലുള്ള താല്പര്യങ്ങൾ വരും. ലീഗിനെ സംബന്ധിച്ചുള്ള ഒരു താല്പര്യമുള്ളൂ, അവർ മുസ്ലിം ലീഗ്, പേരിൽ മാത്രമേ ആ മുസ്ലിം ഐഡൻറ്റിറ്റി ആസിറ്റീസും ഉള്ളൂ. മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ പൊതുവേ നിഷ്കളങ്കരും നന്മയുള്ളവരുമാണ്. അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർഗീയതയുടെ ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി മുസ്ലിം ലീഗാണ്. അതിൻ്റെ അകത്ത് വേറെ ആരും വരുന്നില്ലല്ലോ. വേറൊരു വിഭാഗക്കാർ അതിനകത്ത് എന്തെങ്കിലും ഒരു വിലപേശലിന് ചെല്ലാത്തതുകൊണ്ട് ലീഗുകാർക്ക് കുറേ കൂടി മതേതരമായിട്ട് ചിന്തിക്കാനും മതേതരമായിട്ട് പ്രവർത്തിക്കാനും സാധിക്കും. അതിന് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ ഏരിയയിൽ അവർ വളരെ ശക്തരുമാണ്. അവർ ആരും അങ്ങോട്ട് അവിടെ ചെന്ന് ഉപദ്രവിക്കാനും പോകുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗിനെ വിടുക. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കോൺഗ്രസ്സുകാരിങ്ങനെ പലതരത്തിലുള്ള അഭ്യാസങ്ങളും കാണിക്കും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ എന്നെ എന്തോരം ആൾക്കാർ വിളിക്കുന്നു. അപ്പോൾ ഇന്ന മണ്ഡലത്തിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ നല്ല സാധ്യതയുണ്ട്, കാരണം ഞാൻ ഇന്ന കമ്മ്യൂണിറ്റിക്കാരനാണെന്നൊക്കെ പറയുന്നത് നമ്മൾ ബോധവൽക്കരിക്കാനാണ്. അല്ലാണ്ട് അവർക്ക് ഇത് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആരും പേര് പറഞ്ഞത് ശരിയല്ല, ഏത് പാർട്ടിക്കാരാണെന്നും പറയും. എല്ലാ പാർട്ടിക്കാരും ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരാണ്. ഇന്ന മണ്ഡലത്തിൽ ധീവര സമുദായക്കാരൻ മത്സരിച്ചാൽ, ഇന്ന മണ്ഡലത്തിൽ ഈഴവൻ മത്സരിച്ചാൽ ഇത്ര വോട്ടുണ്ട്, ആ ഈഴവർ മുഴുവൻ ഇയാൾക്ക് വോട്ട് ചെയ്യുമോ, ധീവരന് മുഴുവൻ ഇയാൾക്ക് വോട്ട് ചെയ്യുമോ? അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ആളുകളൊക്കെ അവർ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ താല്പര്യം രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ട് വോട്ട് ചെയ്യും. അങ്ങനെയാണ്, ജാതി അടിസ്ഥാനത്തിലൊന്നുമല്ല. പക്ഷേ ഓരോരുത്തരും പറയുന്നത് ആ സമുദായത്തിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ വിലപേശാണ്, അല്ലെങ്കിൽ വേറൊരാൾ വിലപേശാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഇയാൾക്ക് കൊടുത്തില്ല. ഇപ്പോൾ കുണ്ട്രയിൽ ഉണ്ണിത്താൻ കൊടുത്തുകൊണ്ട് കൊല്ലത്ത് മറ്റേ ആൾക്ക് കൊടുക്കണം, അതിൻ്റെ അപ്പുറത്ത് ചാത്തന്നൂർ ഇന്നയാൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ലോജിക്ക് ഇതാണ്, സാമുദായികമാണ്. അത് കോൺഗ്രസ്സിലും മറ്റ് പാർട്ടികളിലുള്ള പോലെ
ഈ വർഗീയ പാർട്ടിയിൽ നിന്ന് നമ്മൾ കുതിരടിക്കുന്ന മറ്റു പാർട്ടികളിൽ ഇല്ല, സത്യത്തിലില്ല. RSSൽ ഹിന്ദു വർഗീയതയെക്കുറിച്ചോ ലീഗിന് അവർ പൊതുവായിട്ടുള്ള താല്പര്യത്തെക്കുറിച്ച് അല്ലാതെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഒരു സംഗതി. പക്ഷേ സാമുദായിക ധ്രുവീകരണം ഭയാനകമായിട്ട് ഉണ്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് 5ാം മന്ത്രിയിൽ ആരംഭിച്ച് ഇപ്പോൾ ഏറ്റവും ഭയാനകമായ രീതിയിൽ കരാളമായ ഒരു രീതിയിൽ എത്തി നിൽക്കുകയാണ്. BJPക്കാരായാലാണെങ്കിൽ ഇഷ്ടംപോലെ പണവുമുണ്ട്, വലിയ ആവേശത്തിലാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആവേശമാണ്, നരേന്ദ്രമോദി അമിത്ഷാ എന്നുള്ള രീതിയിൽ. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പുതിയ പാർട്ടി, അങ്ങനെ ഒരു സാഹചര്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ പണത്തിൻ്റെ ഒരു സൗകര്യം തീർച്ചയായിട്ടും ഉണ്ട്. മുമ്പത്തെ പോലത്തെ BJP അല്ല. പണ്ടൊക്കെ BJPക്കാർ അത്യാവശ്യമുള്ള ബദലെഴുതുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ചേർത്തിട്ട് വലിയ ഒരു പ്രഹരത്തിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രഹരം ഉണ്ടായി എന്തുമാത്രം ഫലപ്രദമായിരിക്കും അതൊന്നും ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ BJP ജയിക്കുന്ന സീറ്റുകളല്ല പ്രധാനം. BJP ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3, 4 സീറ്റ് ജയിച്ചു എന്ന് വരാം, ഏറ്റവും കൂടിയാൽ. ഒരു സീറ്റ് ജയിച്ചില്ല എന്നും വരാം. എത്ര സീറ്റ് ജയിക്കുന്നു എന്നുള്ളതല്ല, ആ സീറ്റുകൾ പ്രധാനവുമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ചാൽ BJP പിടിക്കുന്ന വോട്ടുകൾ. ഇപ്പോൾ കഴിഞ്ഞ തവണ BJPക്ക് 5000 വോട്ട് കിട്ടിയാൽ ഇത്തവണ 8000 വർദ്ധിച്ചാൽ കുഴപ്പമില്ല, 10000 വർദ്ധിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അത് 20000 25,000 വർദ്ധിച്ചാൽ എന്നാലും ജയിക്കില്ല. 25,000 വോട്ട് പോരല്ലോ ജയിക്കാൻ. പക്ഷേ അവർ അങ്ങനെ ആര് ജയിക്കുന്നത് തീരുമാനിക്കില്ല. ഈ 25,000 കൂടുമ്പോൾ 5000 25,000 കൂടുമ്പോൾ അതിലൊരു ആദ്യത്തെ 5000 നമ്മൾ കൂട്ടണ്ട, അത് നോർമലായിട്ടുള്ള വർധനമായിരിക്കും. 10,000 മേലോട്ട് പിന്നെ പിടിക്കുന്ന 15,000 ഉണ്ടല്ലോ, അതാണ് പ്രധാനം. അത് എങ്ങനെ പ്രധാനമാവും? അത് ഒന്നുകിൽ UDFൽ നിന്ന് അല്ലെങ്കിൽ LDFൽ നിന്ന്, രണ്ട് ഭാഗത്തു നിന്നും കുറയും. ആരുടെ കയ്യിൽ നിന്ന് കൂടുതൽ കുറയും? ഇപ്പോൾ LDFൽ നിന്ന് 5000 വോട്ട് പിടിക്കുന്നു, 15,000 വോട്ട് UDFൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ UDFനെ ബാധിക്കും, UDF തോക്കും. മറിച്ചാണെങ്കിൽ LDF തോക്കും. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ആര് തോൽക്കും എന്ന് തീരുമാനിക്കുന്നത് ഇവർ ഭിന്നിപ്പിക്കുന്ന വോട്ടുകളായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. റൈറ്റ്, അതാണ് താങ്കൾ കാണുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. മുൻപ് ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ വിധത്തിലുള്ള ധ്രുവീകരണ ശ്രമങ്ങൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം ദൗർഭാഗ്യവശാൽ അങ്ങനെ കൂടി വിലയിരുത്താം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ സാമുദായികവും മതപരവുമായ പിന്തുണ നേടാൻ വേണ്ടി സ്വച്ഛന്തമായ ഒരു കുളത്തിൽ വിഷം കലക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ മാധ്യമങ്ങൾ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ പരമാവധി കൊടുക്കാതിരിക്കാൻ നോക്കാം, നേരത്തെ ശ്രീ മായിൻ ഹാജി സൂചിപ്പിച്ചതുപോലെ. പക്ഷേ നിങ്ങളുടെ നേതാക്കൾ സംസാരിക്കുമ്പോൾ, അത് സ്വകാര്യത്തിലായാലും പൊതുയോഗങ്ങളിലായാലും, ഇമാതിരി വർത്തമാനങ്ങൾ പറയാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കേണ്ടേ? ഒന്നാമതായി ശ്രീ മായിൻ ഹാജി അദ്ദേഹം സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്നു, നിങ്ങൾ പ്രസംഗങ്ങൾ കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണമെന്നല്ല, പറഞ്ഞതിൻ്റെ ആ ഒരു ആശയം. എന്തായാലും ശ്രീ KC അബു നടത്തിയ പ്രസംഗമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മറ്റാരോ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ആവർത്തിക്കുകയായിരുന്നു. പക്ഷെ ആ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്ന വാചകം മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അദ്ദേഹം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്ന് പ്രേക്ഷകർക്ക് തോന്നാം. പല അനുഭവങ്ങളും, എനിക്കടക്കം അത്തരം അനുഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ശ്രീ G സുധാകരൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചപ്പോൾ അതിൻ്റെ പല വാക്കുകളും മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് കേട്ടപ്പോൾ സ്വാഭാവികമായും ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് പറഞ്ഞതായി വ്യാഖ്യാനിക്കപ്പെട്ടു. വ്യാഖ്യാനിക്കുന്നവരെ കുറ്റമല്ല, എഡിറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം സന്ദർഭങ്ങളിൽ വർഗീയതയുമായി സംബന്ധിച്ച അല്ലെങ്കിൽ ജാതിയുമായി സംബന്ധിച്ച കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത രാഷ്ട്രീയ നേതാക്കന്മാർ കൃത്യമായി പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ മുൻകാലങ്ങളിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമായിരുന്നത്, ഈ നാടിനെ ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള അന്ധകാരത്തിൽ ആഴ്ന്നു കിടന്നത് കൊണ്ടാണ്. അതിൽ നിന്നൊക്കെ നവോത്ഥാന പ്രക്രിയയിലൂടെ മോചനം നേടി എന്ന് അഭിമാനിച്ച് നമ്മുടെ തലമുറ വളർന്നു നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ പൊതുരംഗത്തിലടക്കം ജാതി വലിയൊരു സത്യമായി അല്ലെങ്കിൽ വലിയൊരു ശക്തിയായി പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെ പൊരുതുവാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് എന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. പക്ഷെ പലപ്പോഴും അത് സാധിക്കാതെ വരുന്നു. ഓരോ സ്ഥാനാർത്ഥിത്വം പങ്കുവയ്ക്കുമ്പോൾ മാത്രമല്ല, അതുപോലെ തന്നെ സംഘടനാ പദവികൾ പങ്കുവയ്ക്കുമ്പോൾ മാത്രമല്ല, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്നോ മറു രാഷ്ട്രീയ പ്രസ്ഥാനമെന്നോ വ്യത്യസ്തമില്ലാതെ RSS എന്ന് പറയുന്ന ഹൈന്ദവ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോലും ഇതര സമുദായത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. മൈനോറിറ്റി RSS അല്ലെങ്കിൽ മൈനോറിറ്റി BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ക്രിസ്ത്യൻ BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ ജാതി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം ദുഷിച്ച ഒരു രീതിയിലുള്ള ചില കോണുകളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായും അതിനെ എതിർത്തു തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മതേതരത്വത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായും ആ ഉത്തരവാദിത്വം നിറവേറ്റട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിറവേറ്റുക തന്നെയാണ് വേണ്ടത്. ശ്രീമതി ബിന്ദു കൃഷ്ണ. അഡ്വക്കേറ്റ് ജയശങ്കർ, അതോടൊപ്പം ഇന്നാണ്
UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായത്. കോൺഗ്രസ് 6 മണ്ഡലങ്ങളിൽ കൂടി, നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിലാണ് അവസാനത്തെ 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അവിടെ സംഭവിച്ചിട്ടുള്ളത് ഔദ്യോഗികമായ ഒരു പട്ടിക പ്രഖ്യാപിച്ചതിൽ 2 പേരെ മാറ്റി പുതുതായി 2 പേരെ വന്നു എന്നുള്ളതാണ്. പട്ടിക പൂർണ്ണമായിരിക്കുന്നു. 140 മണ്ഡലങ്ങളിലും എല്ലാ മുന്നണികൾക്കും സ്ഥാനാർത്ഥികളും ആയിരിക്കുന്നു. ഇനി അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വിമതശല്യമൊക്കെ അടങ്ങി കംഫർട്ടബിളായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ UDFന്? ഇനിയിപ്പോൾ വലിയ പ്രശ്നത്തിന് സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ശാന്ത ജയറാമിനെ മാറ്റിയ ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവന്നു. അവർ സ്വാഭാവികമായിട്ടും പരിഭവിക്കും. അതിപ്പോൾ സീറ്റ് കിട്ടിയവരിലും പലരും പരിഭവിക്കുന്നുണ്ട്. കിട്ടാത്തവർക്ക് തീർച്ചയായിട്ടും പരിഭവം ഉണ്ടാവും, പരാതികളുണ്ടാവും. അതൊക്കെ ഏത് തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടുള്ളതാണ്. പൊതുവേ UDFിൻ്റെ സ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ച് ഭേദമായിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ തവണ 7 സ്ത്രീകൾക്കാണ് കൊടുത്തത്, ഇത്തവണ 7 സ്ത്രീകൾക്കാണ് കൊടുത്തതെന്ന് പറയുമ്പോഴും ഗുണപരമായിട്ടൊരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ ഈ UDFിന് പ്രാമുഖ്യമുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിന് പ്രാമുഖ്യമുള്ള മധ്യ കേരളത്തിൽ ഒരു സ്ത്രീക്കും സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. കാക്ക കൊത്താത്ത മണ്ഡലങ്ങൾ നോക്കിയിട്ടാണ് സ്ത്രീകൾക്ക് കഴിഞ്ഞ തവണ കൊടുത്തത്. ഇത്തവണ കുറച്ചുകൂടി മധ്യ കേരളത്തിൽ കുറച്ചുകൂടി സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. UDFിന് പ്രാമുഖ്യമുള്ള ഏരിയയിൽ തന്നെയും സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എണ്ണം 7 തന്നെ നിൽക്കുന്നു. പിന്നെ ഇതിൽ എനിക്കൊരു തമാശയായിട്ട് തോന്നിയത് ആലപ്പുഴ, എറണാകുളത്തുകാരിയായ ലാലി വെൻസിനെ ആലപ്പുഴയെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. എന്നിട്ട് ആലപ്പുഴക്കാരിയായ ഷാനിമോൾ ഉസ്മാനെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുന്നതിൻ്റെ യുക്തി എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടി കിട്ടിയില്ല. അതൊക്കെ വലിയ തമാശകളാണ്. കോൺഗ്രസ്സിന് തമാശയ്ക്ക് യാതൊരു കുറവില്ലെന്ന് മനസ്സിലായി. പിന്നെ AK മണിക്ക് സീറ്റ് കൊടുത്ത് ഒരുപക്ഷെ INTUCയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. INTUCക്കാരുടെ പ്രതിഷേധം ഇതുകൂടി കെട്ടടക്കാനാണ് സാധ്യത. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ വലിയ ഉത്സാഹത്തിലേക്ക് മത്സരത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾക്കുള്ള അവസാന തീരുമാനത്തിലുള്ള അവസരം. അതെ, ശ്രീ A. സജീവൻ കൂടി. ശ്രീ സജീവൻ, കോൺഗ്രസിൻ്റെ പട്ടിക അന്തിമമായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 6 ദിവസമായി പ്രചരണം നയിച്ചുകൊണ്ടിരുന്ന 2 പേർക്ക് ഇന്നിപ്പോൾ സീറ്റില്ല എന്ന് അറിഞ്ഞതോടുകൂടി മാറേണ്ടി വന്നു എന്ന ബുദ്ധിമുട്ടൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായി അവസാനിച്ചു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഈ പട്ടികയോട്? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കട്ടായിരിക്കുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായിരിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിച്ചതുമാതിരി ഈ സ്ത്രീകൾക്ക് ശരിയാണ് നമ്പർ തികയ്ക്കാൻ സീറ്റുണ്ട്, പക്ഷേ അവർക്ക് എവിടങ്ങളിലൊക്കെയാണ് സീറ്റ് എന്നുള്ളത് നോക്കിയാൽ കഴിഞ്ഞ തവണ 7 സീറ്റ് തന്നതിൽ 6ഉം ജയസാധ്യത തീരെ ഇല്ലാത്ത മണ്ഡലങ്ങളായിരുന്നു. അതിൽ ആകെപ്പാടെ ജയിച്ചത് ജയലക്ഷ്മി മാത്രമാണ്. ഇത്തവണ എന്തെങ്കിലും മെച്ചമുണ്ടായോ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് അപേക്ഷിച്ച്? കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് അപേക്ഷിച്ച് ഇപ്പോൾ അവസാന പട്ടിക വരുമ്പോൾ 2 എണ്ണം കൂടുതൽ കൂടി എന്ന ആശ്വാസം ഞങ്ങൾക്ക് കിട്ടുന്നു. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുമ്പോൾ മത്സരിക്കുന്നത് എല്ലാവരും തന്നെ ജയിക്കാൻ വേണ്ടിയാണ്. ഒരാൾ പോലും തോൽക്കാനായി മത്സരിക്കാറില്ല. ആ നിലയ്ക്ക് ഞങ്ങൾ എല്ലാ സീറ്റിലും ജയിക്കും, വനിതകൾ എല്ലാ സീറ്റിലും ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. 9 വനിതകളും ജയിച്ച് വരും എന്ന പ്രത്യാശയാണ്. പ്രത്യേകിച്ചും പൊതുസമൂഹത്തിൽ അതൊരു വലിയ ചർച്ചയായ സ്ഥിതിക്ക് വലിയ പ്രോത്സാഹനം തരുന്ന രീതിയിൽ പരമാവധി വനിതകൾക്ക് സീറ്റ് കൊടുക്കണമെന്ന പ്രോത്സാഹനം തരുന്ന രീതിയിൽ തന്നെ പൊതുസമൂഹത്തിൻ്റെ കൂടി ഇടപെടൽ കൂടിയാകുമ്പോൾ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കാര്യമായ അടിത്തറ ഇപ്പോൾ ഇല്ലാത്ത മേഖലയിൽ പോലും സ്ത്രീകൾക്ക് ജയിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീമതി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർക്ക് സീറ്റ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വിജയം അനിവാര്യമാക്കും എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ MC മായിൻ ഹാജി, അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്.